ഈ യാത്ര ഒരുപക്ഷെ സൗദി അറേബ്യയിലെ മലയാളികൾ ഒരിക്കലും സഞ്ചരിച്ചിരിക്കാൻ ഇടയില്ലാത്ത ഒരു ചരിത്രഭൂമിയിലേക്കാണ്. ഒരു കാലത്ത് അന്നത്തെ അറേബ്യക്കും യമനുമിടയിൽ നിലനിന്നിരുന്ന ഒരു പുരാതന ഗ്രാമത്തിലേക്ക്. ഖദീജ എന്ന മക്കയിലെ രാജാത്തി അവരുടെ ദാസനായ മൈസറിനൊപ്പം പ്രവാചകനെ കച്ചവടത്തിനായി പറഞ്ഞയച്ച ആ സൂഖിലേക്ക്. വ്യാപാരത്തിലൂടെ മികച്ച നേട്ടം കൊയ്ത് മക്കക്കാരുടെ മനം കവർന്ന ആ പ്രവാചക ശ്രേഷ്ഠരുടെ കച്ചവട രീതികളും സത്യസന്ധതയുമെല്ലാം വ്യാപാരികൾ തിരിച്ചറിഞ്ഞ ഹബ്ബാഷയിലേക്ക്. സൗദിയിലെ അസീറിൽ നിന്നാണ് ഈ യാത്ര തിരിച്ചത്. അസീറിലെ ബാരിക് പ്രദേശത്തു നിന്നും 1 മണിക്കൂറിലേറെ ഓഫ് റോഡ് പോകണം. അവിശ്വസനീയമായി തോന്നാം. ഇവിടെയെല്ലാം അന്ന് പ്രവാചകന്റെ കാലത്ത് പല രാജ്യങ്ങളിലേക്കുള്ള വഴിയായിരുന്നു. പക്ഷേ ഈ സൂക്ക് നിർത്തലാക്കിയത് പിൽക്കാലത്ത് ഒരു കൊലപാതകത്തോടെയാണ്. അതിൻ്റെയെല്ലാം ചരിത്രത്തിലേക്കാണ് ഈ യാത്ര. മൺപാതയിലൂടെ കയറിമറിഞ്ഞ് യാത്ര തുടരുകയാണ്. ഓഫ് റോഡിൽ ഇപ്പോൾ 1.5 മണിക്കൂറോളമായി. ഗൂഗിൾ നൽകിയ വഴികളിലൂടെയാണ് യാത്ര. ഒടുവിൽ കൊടും മരുഭൂമിക്ക് നടുവിൽ മനുഷ്യവാസമേ ഇല്ലാത്ത പ്രദേശത്ത് ഞങ്ങളെത്തി. സൂഖ് ഹുബ്ബാഷയെന്നും ഹബ്ബാഷയെന്നും വിളിക്കപ്പെടുന്ന ആ പ്രദേശത്ത്. ഹബ്ബാഷ എന്നാൽ ഒരുമിച്ച് കൂടിയത് അല്ലെങ്കിൽ സമൂഹം എന്നൊക്കെയാണ് അർത്ഥം. യമനി ഭാഷയിൽ കറുപ്പും മഞ്ഞയും കലർന്ന ഭൂമിയെ ഹബ്ബാഷ എന്നും വിളിക്കും. അത് ഇവിടുത്തെ ഭൂപ്രദേശം നോക്കിയാൽ മനസ്സിലാകും. നജിദ് ഭാഷയിൽ മഞ്ഞ കലർന്ന കറുത്ത നിറമുള്ള ഒട്ടകത്തെയും ഹബ്ബാഷ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. സൗദിയിലെ അസീർ പ്രവിശ്യയുടെയും മക്ക പ്രവിശ്യയുടെയും അതിരിനോട് ചേർന്നുള്ള ബാരിക് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ പ്രദേശമുള്ളത്. പക്ഷേ ബാരിക്കിനോട് ചേർന്നുള്ള ഈ പ്രദേശം നിലകൊള്ളുന്നത് മക്ക പ്രവിശ്യയിൽ തന്നെയാണ്. ഏതാണ്ട് 400 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നും മക്കയിലേക്കുള്ളത്. ഇവിടെ നിന്നും അസീറിലേക്ക്, അതായത് അബഹയിലേക്ക് ഏതാണ്ട് 180 കിലോമീറ്ററോളം ദൂരമുണ്ട്. പണ്ട് കാലത്ത് ഇത് യമൻ്റെ ഭാഗമായിരുന്നു എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ഖദീജ ബീവിയുടെ കച്ചവട സംഘത്തിനോടൊപ്പമാണ് പ്രവാചകൻ ഇവിടെ കച്ചവടത്തിനായി എത്തിയെന്ന് കരുതുന്നത്. പക്ഷേ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 പ്രദേശങ്ങൾ ഇതേ പേരിൽ തന്നെ, അതായത് ഹബ്ബാഷ് എന്നറിയപ്പെടുന്ന പേരിൽ ഈ പ്രദേശത്തുണ്ട്. ഒന്ന് ഇവിടെയും രണ്ടാമത്തേത് ഇവിടെ നിന്ന് 130 കിലോമീറ്റർ അകലെയുമുള്ള ഭാഗമാണ്. 2 ഭാഗവും നമ്മൾ ഈ ദൃശ്യത്തിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള പുരാവസ്തു പരിശോധനകൾ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശം മൊത്തം ഇപ്പോൾ കെട്ടിവെച്ചിട്ടുള്ളത്. ഹബ്ബാഷ മാർക്കറ്റ് എത്രയോ കാലമായി എവിടെയാണെന്ന വിഷയത്തിൽ തർക്കമായിരുന്നു. ഇപ്പോൾ അത് എവിടെയാണെന്ന് സൗദി ഹെറിറ്റേജ് അതോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിൽക്കുന്നത് വാദി ഖാനൂൻ താഴ്വരയോട് ചേർന്നാണ്. കൃത്യമായി പറഞ്ഞാൽ അസീർ പ്രവിശ്യയിലെ ബാരിക്കിനും മക്ക പ്രവിശ്യയിലെ കുൻഫുദക്കും ഇടയിൽ. പ്രവാചകരാകും മുന്നേ വ്യാപാരം ചെയ്ത മേൽനോട്ടം വഹിച്ച ആ പ്രദേശം ഇന്നും അത്ഭുതമാണ്. ഇനി എന്തിനാണ് പ്രവാചകൻ ഇവിടേക്ക് വന്നത്? വ്യാപാര ആവശ്യാർത്ഥം തിരുമേനി പലവട്ടം സിറിയ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് മക്കയിലെ രാജാത്തിയും കുലീന വനിതയുമാണ് ഖദീജ, തിരുമേനിയുടെ ഒരകന്ന ബന്ധത്തിലെ പിതൃവ്യ സഹോദരി. അവരുടെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു. പിന്നീട് വിവാഹം ചെയ്തയാളും പിൽക്കാലത്ത് മരണപ്പെട്ടു. മാന്യയും സുശീലയുമായ ഖദീജ സ്വഭാവത്തിലെ നൈർമല്യം കൊണ്ടാകാം അറിയപ്പെട്ടത് ത്വാഹിറ അഥവാ പരിശുദ്ധ എന്ന പേരിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ ഈ കച്ചവട സംഘങ്ങളുടെയൊക്കെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിറിയയിലേക്ക് കച്ചവടത്തിന് പോവുകയുണ്ടായി. ഈ ഘട്ടത്തിൽ ഖദീജ ബീവിയുടെ പരിചാരകനായിരുന്ന മൈസറ പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ മൈസറ പ്രവാചകൻ്റെ കൂടെ, ഈ കച്ചവട യാത്രയിൽ പ്രവാചകൻ്റെ കൂടെ ഉണ്ടാവുകയും ഈ കച്ചവടമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ വലിയ ലാഭത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഖദീജ ബീവിയുടെ കച്ചവട സംഘങ്ങളൊക്കെ ആയിട്ട് പ്രവാചകൻ തിരിച്ചു വന്നു. ഈ ഘട്ടത്തിൽ പ്രവാചകൻ്റെ സ്വഭാവ മഹിമകളെക്കുറിച്ച്, പ്രവാചകൻ്റെ കൂടെ ഈ രാപ്പകലുകൾ കഴിച്ചു കൂട്ടിയപ്പം പ്രവാചകനിൽ നിന്ന് അനുഭവിച്ച സ്വഭാവ ഗുണങ്ങളും സവിശേഷതകളുമൊക്കെ 1000 നാവോടുകൂടിയാണ് മൈസറ ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അന്ന് മൈസറയോടൊപ്പം പ്രവാചകനെ ഖദീജ ബീവി പറഞ്ഞയച്ച സൂക്കുകളിൽ ഒന്നാണ് ഹബ്ബാഷ. റജബ് മാസത്തിലെ 8 ദിനങ്ങളിലെ അവിടെ ചന്തയുണ്ടാകൂ. അന്ന് തിഹാമ എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടത്. തിഹാമ എന്നാൽ ഇന്ന് സൗദിയിലെ ജീസാനും കുൻഫുദയും യാമ്പുവും അൽവജുവുമെല്ലാം ഉൾപ്പെടുന്ന
തീരപ്രദേശമാണ്. അത് യമൻ വരെ നീണ്ടുകിടന്നിരുന്നു. മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം ദൂരം ഓഫ് റോഡ് സഞ്ചരിച്ചിട്ടാണ് ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് അവർ സഞ്ചരിച്ചിട്ടുണ്ടാവുക യമനിലേക്കോ മറ്റോ പോകാൻ വളരെ വേഗത്തിൽ എത്താവുന്ന വഴി എന്നുള്ള നിലക്കായിരിക്കും ഈ വഴികൾ സ്വീകരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം അധിക കാലമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ സൗദിയിലെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലും ഒപ്പം തന്നെ പൈതൃക വകുപ്പിന് കീഴിലും ഒപ്പം തന്നെ ടൂറിസം മന്ത്രാലയത്തിന് കീഴിലും സംയുക്തമായിട്ടാണ് ഇതിൽ ഏത് പ്രദേശത്തേക്കായിരുന്നു അന്ന് റസൂലും സംഘവും എത്തിയത് എന്നുള്ള പരിശോധന നടത്തുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ 2 പ്രദേശങ്ങളുടെയും പേര് ഹബ്ബാഷ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് പ്രദേശത്തേക്കായിരുന്നു, അതല്ല ഈ 2 സ്ഥലത്തേക്കും എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അൽഖർബ എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടത്. അടച്ചുകെട്ടിയ ഈ പ്രദേശത്തിനകത്തെ ഗവേഷണം കൂടുതൽ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശും. ത്വായിഫിനടുത്തുള്ള സൂഖ് ഉക്കാദ് പോലെ പുരാതന കാലത്ത് സജീവമായിരുന്നു ഈ വ്യാപാര കേന്ദ്രം. കച്ചവടത്തിൽ ഈ പ്രദേശത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം യമനിലേക്കും ഷാമിലേക്കും എല്ലാം തന്നെ പോകാൻ കഴിയുന്ന ഒരു പ്രദേശമായിരുന്നു ഈ പ്രദേശം. കാരണം യമനിൽ നിന്ന് നമ്മുടെ പിറകിൽ കാണുന്ന ഈ പ്രദേശത്തിന് അപ്പുറം യമനാണ്. യമനിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഇറങ്ങിയെത്തി അവരുടെ കച്ചവട വസ്തുക്കളുമായിട്ട് എത്തും. പിന്നീട് ഒരു സംഘം ഇവിടുന്ന് പിരിഞ്ഞ് പിന്നീട് ഷാം, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സിറിയ ഉൾപ്പെടുന്ന ഒരു ഭാഗമായിരുന്നു അക്കാലത്ത് ഷാം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്, ആ ഭാഗത്തേക്കും പിരിഞ്ഞു പോകും. അപ്പോൾ ആ നിലക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നും കച്ചവട സംഘങ്ങൾ എത്തുകയും ഒരുമിച്ച് കൂടുകയും കച്ചവട വസ്തുക്കൾ വിൽക്കുകയും മടങ്ങിപ്പോവുകയും ചെയ്തിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ ഭാഗം. നേരത്തെ പറഞ്ഞതുപോലെ ഈ വളച്ചുകെട്ടിയ പ്രദേശം പോലെ മറ്റൊരു ഹബ്ബാഷ മാർക്കറ്റ് കൂടി ഇവിടെയുണ്ട്. പ്രദേശവാസികൾ ഇവ ഓരോന്നും തങ്ങളുടേതാണ് ശരിക്കുള്ള ഹബ്ബാഷ എന്നും അവകാശപ്പെട്ടിരുന്നു. ഇനി രണ്ടാമത്തെ അവകാശവാദമുള്ള സ്ഥലത്തേക്കാണ്. ഇതിന് നേരെ എതിർവശത്താണ് ആ പ്രദേശം. പക്ഷേ വാദിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. അതിനാൽ 100-ലേറെ കിലോമീറ്റർ താണ്ടണം. രണ്ടാമത്തെ സൂക്കിലേക്ക് പോകുന്ന വഴിയെല്ലാം നാടൻ കാഴ്ചകളാണ്. ആടുമാടുകളും കന്നുകാലികളും വൈകിട്ട് മേഞ്ഞു നടക്കുന്നു. ഈ വഴിയെല്ലാം താണ്ടാൻ സഹായിക്കുന്നത് മീഡിയ വണ്ണിൻ്റെ അസീറിലെ പ്രതിനിധി കൊല്ലം സ്വദേശിയായ മുജീബ് എള്ളുവിളയാണ്. ഒടുവിൽ പ്രധാന റോഡിൽ നിന്നും അവിടേക്ക് തിരിഞ്ഞു. മരുഭൂമിയിൽ കന്നുകാലികൾ മേഞ്ഞു നടക്കുന്ന അത്യപൂർവ കാഴ്ച. ഹവാരി എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ പ്രദേശത്താണ് നമ്മൾ ഇപ്പോഴുള്ളത്. നേരത്തെ നമ്മൾ കണ്ട ഹബ്ബാഷ മാർക്കറ്റ് സ്ഥിതി ചെയ്തതായി കരുതുന്ന വാദി കാനൂൻ താഴ്വരയിൽ തന്നെയാണ് ഈ പ്രദേശവുമുള്ളത്. അതായത് ഈ 2 പ്രദേശങ്ങളും തമ്മിൽ ഈ വാദിയുടെ അളവ് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ താഴ്വരയിൽ നിന്നുള്ള 2 പ്രദേശങ്ങളുടെ അളവ് നോക്കുമ്പോൾ ഏതാണ്ട് 60 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ റോഡ് മാർഗം വരുമ്പം ഏതാണ്ട് 120ഓളം കിലോമീറ്റർ നമുക്ക് അധികമായി സഞ്ചരിക്കേണ്ടതുണ്ട്. ആ താഴ്വരയിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഇവിടെയാണ് ഹബ്ബാഷ മാർക്കറ്റ് ഉണ്ടായതായി ഈ പ്രദേശത്തുകാർ വിശ്വസിക്കുന്നത്. ഹബ്ബാഷ മാർക്കറ്റ് ഇസ്ലാമിൻ്റെ ആദ്യകാലത്തും ഉമയ്യദ് അബ്ബാസിദ് കാലഘട്ടങ്ങളിലും തുടർന്നു. എന്നാൽ ഇസ്ലാമിന് ശേഷം അതിൻ്റെ മുൻകാലത്തെ പ്രതാപം കുറഞ്ഞു. പുതിയ വഴികൾ തുറന്നതായിരുന്നു പ്രധാനപ്പെട്ട കാരണം. ഹിജ്റ വർഷം 197 വരെ, അതായത് 813 ക്രിസ്തുവർഷം വരെ ഇത് തുടർന്നിട്ടുണ്ട്. അബ്ബാസിദ് ഗവർണർ ദാവൂദ് ബിൻ ഈസ ബിൻ മൂസയുടെ കാലത്താണ് ഈ മാർക്കറ്റ് നശിപ്പിക്കപ്പെടുന്നത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. മക്കയിലുണ്ടായിരുന്ന ഭരണം നിർവഹിച്ചിരുന്ന ഭരണാധികാരി ഇങ്ങോട്ടേക്ക് ഒരാളെ ഈ പ്രദേശവും ഒപ്പം തന്നെ ഈ സൂക്കുമെല്ലാം നോക്കുവാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് ഈ പ്രദേശത്തുള്ള ഒരു ഗോത്രത്തിലെ ആളുമായുള്ള തർക്കത്തിനൊടുവിൽ കൊല്ലപ്പെട്ടു. അതോടുകൂടി അത് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് ഈ മേഖലയിൽ മാറും എന്ന് കണ്ട് മതപണ്ഡിതരുമായി ആലോചിച്ചാണ് ഈ സൂക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. പിന്നാലെ ഹബ്ബാഷ ഉപേക്ഷിക്കപ്പെട്ടു. അറേബ്യൻ മേഖലയിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായിരുന്ന ഹബ്ബാഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ വസ്തുക്കളെത്തി. വസ്ത്രങ്ങൾ, ധാന്യങ്ങൾ, പഴം, പച്ചക്കറികൾ, തേൻ, നെയ്യ് എന്നിങ്ങനെ പോകുന്നു അവ. ഇതിനു പുറമെ ആയുധങ്ങൾ, പട്ട് എന്നിവയുമെല്ലാം ഇവിടെ എത്തി. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമകളെയും ഇസ്ലാമിന് മുന്നേയുള്ള കാലത്ത് ഇവിടെ വിറ്റിരുന്നു. പിൽക്കാലത്ത് പ്രവാചകന് ദത്തുപുത്രനായ സയ്യിദ് ബിൻ ഹാരിസയും ഇത്തരത്തിൽ ഹബ്ബാഷയിൽ വിറ്റഴിക്കപ്പെട്ടയാളാണ്. ബറീഖി പാത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതിനും ഉപ്പ് വ്യാപാരത്തിനും ഹബ്ബാഷ പ്രസിദ്ധമായിരുന്നു. ബറീഖ് ജനങ്ങളിലെ ഉപ്പ് വ്യാപാരി പോലെ എന്നൊരു പഴമൊഴിയും അന്ന് നിലനിന്നു. മക്കയിൽ നിന്ന് ഏതാണ്ട് 350 കിലോമീറ്റർ അകലെയാണ് ഈ രണ്ടാമത്തെ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ എത്തുന്ന സമയത്ത് നല്ല പൊടിക്കാറ്റുണ്ട്. പൊതുവെ ആളനക്കമില്ലാത്ത സ്ഥലമാണ്. അതിന് പുറമെ പൊടിക്കാറ്റുകൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ തീരെ പുറത്തിറങ്ങില്ല. മുമ്പ് നമ്മൾ ആദ്യം പോയ സ്ഥലത്തെ അപേക്ഷിച്ച് ഈ സ്ഥലത്തേക്ക്
വണ്ടി കൊണ്ട് എത്താൻ വളരെ എളുപ്പമുള്ള സ്ഥലമാണ്, മടങ്ങിപ്പോകാൻ എളുപ്പമുണ്ട്. ഇവിടെ നിന്നും ഞങ്ങൾ മടങ്ങിയതിനു ശേഷമാണ് സൗദി പുരാവസ്തു വിഭാഗവും ഹെറിറ്റേജ് കമ്മീഷനും നടത്തിയ പഠനം പുറത്തു വരുന്നത്. അതായത് ഇതിൽ കാണിച്ച രണ്ടാമത്തെ സൂക്കിനോട് ചേർന്നായിരുന്നു പുരാതന ഹബ്ബാഷ നിലകൊണ്ടത്. ഹബ്ബാഷ മാർക്കറ്റ് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ജീവന്ത സാക്ഷിയാണ്. പ്രവാചകന്റെ വ്യാപാര ജീവിതവും അറബ് ഗോത്രങ്ങളുടെ സാമൂഹിക സാംസ്കാരിക ജീവിതവും ഒന്നിച്ചു കാണാൻ കഴിയുന്ന അപൂർവ സ്ഥലം. പ്രവാചകത്വം ലഭിക്കും മുന്നേ തിരുമേനി പലവട്ടമെത്തിയ സൂക്ക്. അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന ഇരട്ടനാമം അലങ്കാരമായി തുടങ്ങുന്നതും ഹബ്ബാഷയിൽ വെച്ചു തന്നെയാണ്.